ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയോഡ്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കേരള PSC, SSC, UPSC തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഡയോഡ്സ് എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള എല്ലാ PYQസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ PYQസ് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഡയോഡ്സിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് PYQസിലോട്ട് പോവാം. അപ്പോൾ നോക്കിക്കേ, ഫോർമേഷൻ ഓഫ് PN ജംഗ്ഷൻ എന്താണ്? PN ജംഗ്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. എ PN ജംഗ്ഷൻ ഡയോഡ് ഈസ് ഫോംഡ് വെൻ എ P-type semiconductor and an N-type semiconductor are joined together. അതായത് ഒരു PN ജംഗ്ഷൻ ഡയോഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു P-type സെമികണ്ടക്ടറും ഒരു N-type സെമികണ്ടക്ടറും കൂടെ ചേർത്തുകൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാമല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് എന്താണ് P-type സെമികണ്ടക്ടർ, എന്താണ് N-type സെമികണ്ടക്ടർ എന്നൊക്കെ. അപ്പോൾ എന്താണ് ഈ P റീജിയൻ, അല്ലെങ്കിൽ ഈ P റീജിയനിൽ എന്താണുള്ളത്? ഹോൾസാണ് കൂടുതലുള്ളത് അല്ലേ? അതായത് പോസിറ്റീവ് ചാർജാണ് കൂടുതലുള്ളത്. P റീജിയൻ ഹാസ് എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ്. അതുപോലെ N റീജിയനിൽ എന്തായിരിക്കും? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ്. അതായത് അവിടുത്തെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. N റീജിയനിലെ അത് നെഗറ്റീവ് ചാർജ്ഡ് ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, വെൻ ദീസ് ടു regions are joined, diffusion of charge carriers occurs across the junction. അപ്പോൾ ഈ രണ്ട് റീജിയൻസും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ എന്ത് പറ്റും? ചാർജ് ക്യാരിയേഴ്സിൻ്റെ ഡിഫ്യൂഷൻ സംഭവിക്കും ആ ജംഗ്ഷനിൽ. അപ്പോൾ നമുക്ക് ഈ ഡിഫ്യൂഷൻ പ്രോസസ്സിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നോക്കിക്കേ, ഇലക്ട്രോൺസ് ഫ്രം ദ N സൈഡ് ഡിഫ്യൂസ് ഇൻ ടു P സൈഡ് ആൻഡ് കമ്പൈൻസ് വിത്ത് ഹോൾസ്. എന്താണ്? N സൈഡിലുള്ള ഇലക്ട്രോൺസ് P സൈഡിലോട്ട് ഡിഫ്യൂസ് ചെയ്ത്, P സൈഡിൽ ആരാ ഉള്ളത്? ഹോൾസ് ആണ് ഉള്ളത്. ആ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യും. നമുക്കറിയാം എന്താണ് N സൈഡിൽ കൂടുതലും ആരാണുള്ളത്? ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലേ? ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് നാച്ചുറലി എന്ത് ചെയ്യും? ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് പോകാനല്ലേ നോക്കുക. അതുകൊണ്ട് N സൈഡിൽ നിന്നും അത് നാച്ചുറലി എങ്ങോട്ട് പോവും? P സൈഡിലോട്ട് പോയി അവിടെ P സൈഡിലുള്ള ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യും. അതുപോലെ P സൈഡിലുള്ള ഹോൾസ് എന്ത് ചെയ്യും? ഹോൾസ് ഫ്രം ദ P സൈഡ് ഡിഫ്യൂസ് ഇൻ ടു N സൈഡ് ആൻഡ് കമ്പൈൻ വിത്ത് ഇലക്ട്രോൺസ്. അതേപോലെ P സൈഡിലുള്ള ഹോൾസ് N സൈഡിലോട്ട് ഡിഫ്യൂസ് ചെയ്ത് അവിടെയുള്ള ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്യും. ദിസ് റീകോമ്പിനേഷൻ നിയർ ദ ജംഗ്ഷൻ ലീവ്സ് behind fixed ions, positive donor ions on N side and negative acceptor ions on P side. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ എന്താ അവിടെ അവർ ഈ ലോസ് ചെയ്യില്ലേ? അതായത് ഈ N സൈഡിൽ നിന്ന് കുറേ ഇലക്ട്രോൺസ് അവിടുന്ന് നഷ്ടപ്പെട്ടു അല്ലേ? ഇലക്ട്രോൺസ് എങ്ങോട്ട് പോയി? P സൈഡിലോട്ട് പോയി. അപ്പോൾ അവിടെ എന്തുണ്ടായി? പോസിറ്റീവ് ഡോണർ അയോൺസ് ഉണ്ടായി. കുറച്ച് പോസിറ്റീവ് ഡോണർ അയോൺസ് N സൈഡിലുണ്ടായി. അതുപോലെ P സൈഡിൽ നിന്ന് എന്താണ്? ഹോൾസ് ഡിഫ്യൂസ് ചെയ്ത് N സൈഡിലോട്ട് പോയപ്പോൾ P സൈഡ്സിൽ എന്തുണ്ടായി? P സൈഡിൽ നെഗറ്റീവ് അക്സെപ്റ്റർ അയോൺസും ഉണ്ടായി. N സൈഡിൽ പോസിറ്റീവ് ഡോണർ അയോൺസും അതുപോലെ P സൈഡിൽ നെഗറ്റീവ് അക്സെപ്റ്റർ അയോൺസും ഉണ്ടായി. ഈ ഒരു റീകോമ്പിനേഷൻ കാരണം അവിടെ ബാക്കി വന്ന ആൾക്കാർ എന്തായി? ഡോണർ അയോൺസ് ആയിട്ടും അക്സെപ്റ്റർ അയോൺസ് ആയിട്ടും മാറി. ഇനി നമുക്ക് എന്താണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ദ ഏരിയ അറൗണ്ട് ദ ജംഗ്ഷൻ വെയർ ദീസ് അയോൺസ് ആർ ലെഫ്റ്റ് ബിഹൈൻഡ് ബിക്കംസ് ഡിപ്ലീറ്റഡ് ഓഫ് ഫ്രീ ചാർജ് കാരിയേഴ്സ്. അതായത് എന്താണ്? ഒരു ഇലക്ട്രോൺ വന്ന് ഒരു ഹോളിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോൾ ഫില്ല് ചെയ്യുമ്പോൾ എന്താ പറ്റുക? അവിടെ ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് എന്ത് പറ്റുന്നു? ഇല്ലാതാവുന്നു അല്ലേ? ഫിക്സഡ് അയോൺസ് മാത്രമാണ് അവിടെ ഇനി ഉണ്ടാവുക. അപ്പോൾ നോ ഫ്രീ ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. അവിടെ ഫ്രീ ഇലക്ട്രോൺസോ ഹോൾസോ ഇനി ഇല്ല. അങ്ങനെയുള്ള ഒരു ഏരിയയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഹെൻസ് ദിസ് റീജിയൻ ഈസ് കോൾഡ് ദ ഡിപ്ലീഷൻ ലെയർ ഓർ ഡിപ്ലീഷൻ റീജിയൻ. ഇറ്റ് ആക്ട്സ് ലൈക്ക് ആൻ ഇൻസുലേറ്റിംഗ് ബാരിയർ ബിറ്റ്വീൻ P ആൻഡ് N റീജിയൻ. എന്താണ്?
പിക്കും എൻ റീജിയനും ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റിംഗ് ബാരിയർ ആയിട്ടാണ് ഈ ഡിപ്ലീഷൻ റീജിയൻ ആക്ട് ചെയ്യുന്നത്. ഇൻസൈഡ് ദിസ് റീജിയൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്റ്റഡ് ഫ്രം എൻ സൈഡ് ദാറ്റ് ഈസ് പോസിറ്റീവ് അയോൺസ് ടു പി സൈഡ് ദാറ്റ് ഈസ് നെഗറ്റീവ് അയോൺസ്. എന്താണ്, ഈ റീജിയനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? എൻ സൈഡ് ദാറ്റ് ഈസ് ഡിറക്റ്റഡ് ഫ്രം എൻ സൈഡ് ടു പി സൈഡ്. എൻ സൈഡിൽ നിന്നും പി സൈഡിലോട്ടുള്ള ഡയറക്ഷനിൽ. ഇനി ബാരിയർ പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഡ്യൂ ടു ദിസ് ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫീൽഡ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡെവലപ്ഡ് അക്രോസ് ദ ജംഗ്ഷൻ കോൾഡ് ദ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഓർ ബാരിയർ പൊട്ടൻഷ്യൽ. എന്താണ്, ഈ ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്തുണ്ടാവുന്നു? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു ആ ജംഗ്ഷനിൽ. അപ്പോൾ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എന്താണ്, ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ടിപ്പിക്കൽ വാല്യൂസ് ഉണ്ട് ഓരോന്നിനും. അപ്പോൾ നോക്കിക്കേ, സിലിക്കൺ ഡയോഡിൻ്റെ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.7 V ആണ്, വോൾട്ട്. അതുപോലെ ജെർമേനിയം ഡയോഡിൻ്റെ എത്രയാണ്? 0.3 വോൾട്ട് ആണ്. ദിസ് ബാരിയർ പൊട്ടൻഷ്യൽ പ്രിവെൻറ്റ്സ് ഫർദർ ഡിഫ്യൂഷൻ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ്. എന്താണ്, ഈ ബാരിയർ പൊട്ടൻഷ്യലാണ് ഇനി ഫർദർ ആയിട്ടുള്ള ഡിഫ്യൂഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു നിർത്തുന്നത്. ഇനി നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന ടേം എന്താണെന്ന് നോക്കാം. അറ്റ് ഇക്വിലിബ്രിയം നോ എക്സ്റ്റേണൽ വോൾട്ടേജ് ഈസ് അപ്ലൈഡ്. അതായത് എന്താണ്, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ദ ഡ്രിഫ്റ്റ് കറണ്ട് ദാറ്റ് ഈസ് ഡ്യൂ ടു ഫീൽഡ് ആൻഡ് ദ ഡിഫ്യൂഷൻ കറണ്ട് ദാറ്റ് ഈസ് ഡ്യൂ ടു കാരിയർ മൂവ്മെൻറ്റ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നെറ്റ് കറണ്ട് അക്രോസ് ദ ജംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. Thus the junction remains stable with a constant depletion region width. അതായത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ജംഗ്ഷനിലെ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, സ്റ്റേബിളായിട്ട് റിമൈൻ ചെയ്യും. അത്രയും ഓർത്ത് വച്ചേക്കുക. ഇനി എന്താണ് ഫോർവേഡ് ബയാസിങ് ഓഫ് ഡയോഡ് എന്ന് നോക്കാം. നോക്കിക്കേ, പി സൈഡ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി. എന്താണ്, ഫോർവേഡ് ബയാസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡയോഡിൻ്റെ പി സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങിൽ എന്തായിരിക്കും? ബാരിയർ പൊട്ടൻഷ്യൽ കുറയും, ബാരിയർ പൊട്ടൻഷ്യൽ ഡിക്രീസസ്. അതുപോലെ ഡിപ്ലീഷൻ റീജിയൻ ഇല്ലേ, നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അതായത് ഡിപ്ലീഷൻ റീജിയൻ നാരോസ്, ഡിപ്ലീഷൻ റീജിയൻ കുറവായിരിക്കും. അതുപോലെ കറണ്ട് ഇൻക്രീസസ് എക്സ്പൊണൻഷ്യലി ആഫ്റ്റർ ദ കട്ട് ഇൻ വോൾട്ടേജ്. എന്താണ്, കട്ട് ഇൻ വോൾട്ടേജ് ക്രോസ് ചെയ്യുമ്പോൾ എന്താണ്, കറണ്ട് എക്സ്പൊണൻഷ്യലി റൈസ് ചെയ്യും, എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഡയോഡ് ഓഫേഴ്സ് ലോ റെസിസ്റ്റൻസ്. എന്താണ്, ഫോർവേഡ് ബയാസിങ്ങിൽ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും, ലോ റെസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുക. ഇനി എന്താണ് റിവേഴ്സ് ബയാസിങ് എന്ന് നോക്കാം. നോക്കിക്കേ, പി സൈഡ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ. എന്താണ്, നമ്മുടെ ഡയോഡിൻ്റെ പി സൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ റിവേഴ്സ് ബയാസിങ് എന്ന് പറയും, അല്ലേ? തിരിച്ചുള്ള ബയാസിങ്. അതായത് എന്താണ്, പോസിറ്റീവ് റീജിയൻ എടുത്ത് നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു. നേരത്തെ എങ്ങനെയായിരുന്നു? ഫോർവേഡ് ബയാസിങ്ങിൽ എങ്ങനെയായിരുന്നു? പി സൈഡ് പോസിറ്റീവായിട്ട് തന്നെ കണക്ട് ചെയ്യും. ഇവിടെ പി സൈഡ് നെഗറ്റീവായിട്ടാണ് റിവേഴ്സ് ബയാസിങ്ങിൽ കണക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. നേരെ ഓപ്പോസിറ്റാണ്. എന്താണ്, ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും, കൂടും. അതുപോലെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? വൈഡ് ആവും. അതായത് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. അതുപോലെ only a tiny reverse saturation current flows due to minority carriers. എന്താണ്, ഒരു ചെറിയ കറണ്ട് മാത്രമേ, അല്ലെങ്കിൽ ഒരു ചെറിയ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ അതിലൂടെ ഫ്ലോ ചെയ്യുള്ളൂ. അതുപോലെ കറണ്ട് സ്റ്റേസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് അണ്ടിൽ ബ്രേക്ക് ഡൗൺ. റിവേഴ്സ് ബയാസിങ്ങിൽ കറണ്ട് എന്താണ്, ബ്രേക്ക് ഡൗൺ ആവുന്നത് വരെ ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കാറുള്ളത്. ഏതിൽ? റിവേഴ്സ് ബയാസിങ്ങിൽ.
അടുത്തത് VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡ്, അതായത് വോൾട്ടേജും കറണ്ടും എങ്ങനെയാണ് ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസിങ്ങിലും റിവേഴ്സ് ബയാസിങ്ങിലും എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഫോർവേഡ് റീജിയൻ അല്ലെങ്കിൽ ഫോർവേഡ് ബയാസിങ്ങിൽ എങ്ങനെയായിരിക്കും? വെരി സ്മോൾ കറണ്ട് അണ്ടിൽ ത്രഷോൾഡ്. എന്താണ് ത്രഷോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മുടെ കട്ടിൻ വോൾട്ടേജ് വരെ കറണ്ട് എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കറണ്ട് എന്ത് ചെയ്യും? എക്സ്പോണൻഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്യും, റൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ത്രഷോൾഡ് വോൾട്ടേജ് കഴിയുമ്പോൾ, അതായത് ആ വോൾട്ടേജ് കട്ടിൻ വോൾട്ടേജ് റീച്ച് ആകുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും? ബാരിയർ ഓവർകം ചെയ്ത് കൂടുതൽ ഫ്ലോ ഉണ്ടാവുന്നു അല്ലേ? അത് കാരണം കറണ്ട് എക്സ്പോണൻഷ്യലായിട്ട് റൈസ് ചെയ്യുന്നു. അതുപോലെ റിവേഴ്സ് റീജിയൻ അല്ലെങ്കിൽ റിവേഴ്സ് ബയാസിങ്ങിൽ എങ്ങനെയാണ്? കറണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്മോൾ കറണ്ടാണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്, മൈനോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് കാരണമുള്ള കറണ്ടാണ്. അത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ എന്താണ് ഒരു വളരെ ഹൈ ആയിട്ടുള്ള ഒരു വോൾട്ടേജിൽ റിവേഴ്സ് ബയാസിങ്ങിൽ എന്ത് ചെയ്യുന്നു? ഷാർപ്പ് റൈസ് ഉണ്ടാകുന്നു, ഷാർപ്പായിട്ട് അത് കൂടാൻ തുടങ്ങുന്നു. ഓക്കെ, ഡയോഡ് ഈസ് എ നോൺ ലീനിയർ ഡിവൈസ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്താണ്? VI ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ നമ്മുടെ ഡയോഡിന് എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടല്ല അല്ലേ വരുന്നത്. ഫോർവേഡ് ബയാസിങ്ങിൽ എക്സ്പോണൻഷ്യൽ റൈസ് ആണ്. അതുപോലെ റിവേഴ്സ് ബയാസിങ്ങിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് കറണ്ടാണ്. പിന്നെ ബ്രേക്ക് ഡൗൺ എത്തുമ്പോൾ ഷാർപ്പ് റൈസ്. അതായത് അവിടെ എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ അല്ല ഡയോഡിൻ്റെ വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡയോഡിനെ എന്താണ് ഒരു നോൺ ലീനിയർ ഡിവൈസ് ആണെന്ന് പറയുന്നത്. ഇനി അടുത്തത് സെനർ ഡയോഡ് എന്താണെന്ന് നോക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നോക്കിക്കേ, എ സ്പെഷ്യൽ ഡയോഡ് ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് ഇൻ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ സേഫ്ലി. എന്താണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്? ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? റിവേഴ്സ് ബയാസിങ്ങിൽ സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡയോഡാണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. സാധാരണ റിവേഴ്സ് ബയാസിങ്ങിൽ ഡയോഡ്സ് പെട്ടെന്ന് ഡാമേജ് ആയി പോകാറുണ്ട്. അത് ഓവർകം ചെയ്യുന്ന വിധത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളാണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. സെനർ ഡയോഡ് നമ്മൾ സാധാരണ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടേം ഓർത്ത് വെച്ചേക്കണം. സെനർ ഡയോഡ് എന്താണ്? വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെനർ ഡയോഡിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചേഞ്ചിങ് വോൾട്ടേജസ് ആണ് ഇൻപുട്ടായിട്ട് കിട്ടുന്നതെങ്കിലും ഔട്ട്പുട്ടായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് തരാനുള്ള കഴിവ് ആർക്കുണ്ട്? സെനർ ഡയോഡിന് ഉണ്ട്. നോക്കിക്കേ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. യൂസ്ഡ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ, മെയിൻറ്റെയിൻസ് കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈവൻ ഇഫ് ഇൻപുട്ട് വേരീസ്. ബ്രേക്ക് ഡൗൺ ടൈപ്സ് എന്നും പറഞ്ഞ് 2 ബ്രേക്ക് ഡൗൺ ടൈപ്സ് ഉണ്ട്. സെനർ ബ്രേക്ക് ഡൗൺ, അതായത് ലോ വോൾട്ടേജസ് ലെസ് ദാൻ 5 വോൾട്ട്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് എഫക്റ്റ് ആണ് നടക്കുന്നത്. അത് കാരണമാണ് ലോ വോൾട്ടേജസ് ഉണ്ടാകുന്നത്. അതുപോലെ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജസ് ആണ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5 വോൾട്ട്. കൊളിഷൻ അയണൈസേഷൻ, അതായത് ഇലക്ട്രോൺസിൻ്റെ കൊളിഷൻ കാരണം ഒരുപാട് ഇലക്ട്രോൺസ് ഫ്രീ ആവുന്നു. അതാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് LED എന്താണെന്ന് നോക്കാം. LED എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലേ? അതായത് ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കുമ്പോൾ ലൈറ്റ്സ് എമിറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയോഡാണ് LED എന്ന് പറയുന്നത്. നോക്കിക്കേ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് റീകമ്പൈൻ വിത്ത് ഹോൾസ്. ഇലക്ട്രോൺസ് ഹോൾസുമായി റീകമ്പൈൻ ചെയ്ത് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നു, അഥവാ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഏതൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഗാലിയം ആർസനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ഒക്കെയാണ് നമ്മൾ LED ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഈ ഓരോന്നും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെരി ലോ പവർ കൺസപ്ഷൻ ആണ് LED ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ഇൻ ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് LED ആണ്. അതുപോലെ ഡിസ്പ്ലേസ് സ്ക്രീൻ പാനൽസ്, അതൊക്കെ LED ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഫോട്ടോ ഡയോഡ് എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയാസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കുക, LED ഫോർവേഡ് ബയാസും അതുപോലെ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലുമാണ്. എന്താ ഇവിടെ നടക്കുന്നത്? ലൈറ്റ് ഫോളിങ് ഓൺ ജംഗ്ഷൻ ജനറേറ്റ്സ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഇൻക്രീസിങ് റിവേഴ്സ് കറണ്ട്. ജംഗ്ഷനിൽ ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവുന്നു, വിച്ച് ഇൻക്രീസസ് റിവേഴ്സ് കറണ്ട്. അത് റിവേഴ്സ് കറണ്ട്
കൂട്ടുന്നു. ഇത് എന്തിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഫോട്ടോ ഡയോഡ് യൂസ്ഡ് ഇൻ ലൈറ്റ് സെൻസേഴ്സ്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, സ്മോക്ക് ഡിറ്റക്ടേഴ്സ്. എന്താണ് സ്മോക്ക് ഡിറ്റക്ടേഴ്സിലും ലൈറ്റ് സെൻസേഴ്സിലും അതുപോലെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിലും ഒക്കെ നമ്മൾ ഫോട്ടോ ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് സോളാർ സെല്ലാണ് നോക്കുന്നത്. സോളാർ സെൽ എന്താണ്? ഒരു ലാർജ് ഏരിയ PN ജംഗ്ഷൻ ആണ്. ഒരു PN ജംഗ്ഷൻ ഡയോഡാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സോളാർ സെൽ എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത്? കൺവേർട്സ് ലൈറ്റ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. എന്താണ്? ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. നോ എക്സ്റ്റേണൽ ബയാസ് നീഡഡ്. എന്താണ്? എക്സ്റ്റേണലി നമുക്ക് ഒരു ബയാസിൻ്റെയും ആവശ്യം അവിടെ ഇല്ല. അതെന്താണ്? ജസ്റ്റ് ഇല്ലൂമിനേഷനിലൂടെ വർക്ക് ചെയ്യുന്നു. എന്താണ്? ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ അത് എന്താവുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഇനി എന്താണ്? യൂസ്ഡ് ഇൻ സോളാർ പാനൽസ്. എവിടെയാണ് ഈ സോളാർ സെൽ ഉപയോഗിക്കുന്നത്? സോളാർ പാനൽസിൽ. സോളാർ പാനൽസ് അറിയാമല്ലോ, നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ വളരെ കോമൺ ആണ് അല്ലേ? എല്ലാ വലിയ വലിയ ബിൽഡിങ്സിലുമൊക്കെ സോളാർ പാനൽസൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈവൻ വീടുകളിലും സോളാർ പാനൽസ് വെക്കുന്നുണ്ട്. അടുത്തത് എന്താണ് വരാക്ടർ ഡയോഡ് അല്ലെങ്കിൽ വാരിക്യാപ്പ് ഡയോഡ് എന്ന് നോക്കാം. നോക്കിക്കേ, എന്താ ഇതെന്ന്. ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഷോർട്ട് നോട്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. നോക്കിക്കേ, സ്പെഷ്യൽ ഡയോഡ് യൂസ്ഡ് ആസ് വോൾട്ടേജ് വേരിയബിൾ കപ്പാസിറ്റർ ഓപ്പറേറ്റഡ് ഇൻ റിവേഴ്സ് ബയാസ്. എന്താണ്? റിവേഴ്സ് ബയാസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഡയോഡാണ് വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് വേരിയബിൾ കപ്പാസിറ്റൻസ് ആവശ്യമായിട്ട് വരാറുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയോഡാണ് വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മുടെ ട്യൂണിങ് ആവശ്യമുള്ള FM അതുപോലുള്ള സംഭവങ്ങൾക്കാണ് ഈ വരാക്ടർ ഡയോഡിൻ്റെ ആവശ്യം വരുന്നത്. അതായത് ഫ്രീക്വൻസിയൊക്കെ നമുക്ക് മാറ്റേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ഈ വരാക്ടർ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഓപ്പറേറ്റഡ് ഇൻ റിവേഴ്സ് ബയാസ്, ഡിപ്ലീഷൻ വിത്ത് വേരീസ് വിത്ത് റിവേഴ്സ് വോൾട്ടേജ്, കപ്പാസിറ്റൻസ് ചേഞ്ചസ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. നോക്കിക്കേ, യൂസ്ഡ് ഇൻ ട്യൂണിങ് സർക്യൂട്ട്സ്, ഫ്രീക്വൻസി മോഡുലേഷൻസ്. ഈ ഒരു പോയിന്റ്സ് ഒക്കെ അറിഞ്ഞിരുന്നാൽ മതി ഈ ഡയോഡിനെ കുറിച്ച്. ഇനി അടുത്തത് ടണൽ ഡയോഡ് അല്ലെങ്കിൽ ടണലിംഗ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, വെരി ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ. എന്താണ് ഡോപ്പിംഗ് എന്ന് നമുക്കറിയാം അല്ലേ? ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ PN ജംഗ്ഷനിൽ വെരി ഹെവിലി ഡോപ്ഡ് ചെയ്ത PN ജംഗ്ഷനാണ് ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. അതായത് PN ജംഗ്ഷനിൽ എന്താണ്? വളരെ വലിയ തോതിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഡയോഡാണ് ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഷോസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഇൻ VI കർവ്. VI കർവിൽ എന്ത് കാണിക്കുന്നു? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ കാണിക്കുന്നു. യൂസ്ഡ് ഇൻ ഹൈ സ്പീഡ് ഓസിലേറ്റേഴ്സ് ആൻഡ് മൈക്രോവേവ് സർക്യൂട്ട്സ്. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹൈ സ്പീഡ് ഓസിലേറ്റേഴ്സിലും മൈക്രോവേവ് സർക്യൂട്ട്സിലൊക്കെയാണ് ഈ ടണൽ ഡയോഡ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഷോർട്ട് കീ ഡയോഡ് എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഫോംഡ് ബൈ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ നോട്ട് PN. എന്താണ്? ഒരു PN ജംഗ്ഷൻ അല്ല, പകരം ഒരു മെറ്റലും ഒരു സെമി കണ്ടക്ടറും കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു ജംഗ്ഷൻ ഡയോഡാണ് ഷോർട്ട് കീ ഡയോഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ, വെരി ലോ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്. എന്താണ് ഷോർട്ട് കീ ഡയോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? വെരി ലോ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. അതായത് ചെറിയൊരു വോൾട്ടേജ് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഷോർട്ട് കീ ഡയോഡ് എന്ന് പറയുന്നത്. മാത്രമല്ല വെരി ഫാസ്റ്റ് സ്വിച്ചിങ് ആണ്. എന്താണ്? ഫാസ്റ്റായിട്ടുള്ള സ്വിച്ചിങ് നടത്താൻ അതിന് പറ്റും, ഷോർട്ട് കീ ഡയോഡ് കൊണ്ട് പറ്റും. എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഇൻ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട് സ്വിച്ചിങ് പവർ സപ്ലൈസ്. അതായത് പവർ സപ്ലൈസ് ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ മാറി മാറി വരുന്ന സന്ദർഭങ്ങളിലും അതുപോലെ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിലുമൊക്കെയാണ് ഷോർട്ട് കീ ഡയോഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയോഡ്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. റെക്ടിഫയേഴ്സ് 2 തരമുണ്ട്, അറിയാമല്ലോ. ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ യൂസസ് 1 ഡയോഡ്. എന്താണ്? ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു ഡയോഡ് മാത്രമാണുള്ളത്. അത് AC-യെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? കൺവേർട്ട്സ് AC ടു പൾസേറ്റിംഗ് DC ആയിട്ട് മാറ്റും. അതുപോലെ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ അവിടെ 2 ഡയോഡ്സ് കാണും. യൂസസ് 2 ഡയോഡ്സ്, സെൻറ്റർ ടാപ്പ് ഓർ 4 ഡയോഡ്സ്. എന്താണ് അവിടെ? അല്ലെങ്കിൽ 4 ഡയോഡ്സ് ആയിരിക്കും. അപ്പോൾ 2 ഡയോഡ്സ് ഉള്ള കണ്ടീഷൻ നമ്മൾ പറയുന്നത് സെൻറ്റർ ടാപ്പ് എന്നും 4 ഡയോഡ്സ് ഉള്ളതിനെ ബ്രിഡ്ജ് എന്നും പറയുന്നു. ഇനി റിപ്പിൾ ഈസ് ലോവർ ഇൻ ഫുൾ വേവ്. ഫുൾ വേവിൽ ഫുൾ വേവ് റെക്ടിഫയറിൽ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ.
ഇനി PSC എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഇവിടെ എടുത്ത് തന്നിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണം. നോക്കിക്കേ, ബാരിയർ പൊട്ടൻഷ്യൽ ചോദിക്കാറുണ്ട്. സിലിക്കണിൻ്റെ 0.7 വോൾട്ടാണ്. അതുപോലെ ജർമേനിയത്തിൻ്റെ 0.3 വോൾട്ടാണ്. അതുപോലെ ഡിപ്ലീഷൻ ലെയർ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. എന്താണ്? റിവേഴ്സ് ബയാസിങ്ങിൽ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത് വൈഡൻ ചെയ്യും. അതുപോലെ ഫോർവേഡ് ബയാസിൽ അത് നാരോ ചെയ്യും, ചെറുതാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ റിവേഴ്സ് കറണ്ട് മൈനോറിറ്റി കാരിയർ കറണ്ടാണ്. എന്താണ് റിവേഴ്സ് കറണ്ട് എന്ന് പറഞ്ഞാൽ? വളരെ ചെറിയ ഒരു ലീക്കേജ് ഓഫ് കറണ്ട് മാത്രമാണ്. എന്താണ്? കറണ്ട് എപ്പോഴും കുറവായിരിക്കും, വളരെ വളരെ കുറവാണ് റിവേഴ്സ് ബയാസിങ് അല്ലെങ്കിൽ റിവേഴ്സ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, സെന ഡയോഡ് എന്താണ്? സെന ഡയോഡ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. സെന ഡയോഡ് എന്താണ്? റിവേഴ്സ് ബയാസിങ്ങിലാണ് സെന ഡയോഡ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതെന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എന്താണ്? വേരിയിങ് വോൾട്ടേജ് ഇൻപുട്ടായിട്ട് കൊടുത്താലും നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് തരാനുള്ള കഴിവ് സെന ഡയോഡിനുണ്ട്. ഇതും PSC ചോദിക്കാറുണ്ട്. ഇനി LED വർക്ക്സ് ഇൻ ഫോർവേഡ് ബയാസ് അല്ലേ? LED ഫോർവേഡ് ബയാസിലാണ് വർക്ക് ചെയ്യുന്നത്. ഫോട്ടോ ഡയോഡ് എന്താണ്? റിവേഴ്സ് ബയാസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഷോർട്ട് കീ ഡയോഡ് എന്ന് വെച്ചാൽ എന്താണ്? PN ജംഗ്ഷൻ അല്ല, പകരം എന്താണ്? ഒരു മെറ്റൽ പ്ലസ് സെമി കണ്ടക്ടർ ആണ്. ഇനി വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വേരിയബിൾ കപ്പാസിറ്റൻസ് അല്ലേ? കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേരി ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വരാക്ടർ ഡയോഡ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when a reverse bias is applied to a PN junction, the width of the depletion layer dash. എന്താണ്? PN ജംഗ്ഷൻ ഡയോഡിൽ റിവേഴ്സ് ബയാസ് ആയിരിക്കുമ്പോൾ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? വിഡ്ത്ത് എന്ന് പറയുന്നത് ഈസ് ഇൻക്രീസ്ഡ് അല്ലേ? വിഡ്ത്ത് കൂടുതലായിരിക്കും. റിവേഴ്സ് ബയാസിങ്ങിൽ വിഡ്ത്ത് കൂടുകയും അതുപോലെ ഫോർവേഡ് ബയാസിങ്ങിൽ വിഡ്ത്ത് നാരോ ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? നോക്കിക്കേ, when the diode is reverse biased, the majority carriers are pulled away from the junction, resulting in an expansion of depletion region. എന്താണ്? റിവേഴ്സ് ബയാസിലായിരിക്കുമ്പോൾ എന്താ? മെജോറിറ്റി കാരിയേഴ്സിനെ ജംഗ്ഷനിൽ നിന്നും എന്താണ്? പുള്ള് ചെയ്ത് മാറ്റുവാണ് അല്ലേ? അത് കാരണം അവിടെ ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു, അതായത് വൈഡൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? P റീജിയൻ എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, തിരിച്ചാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സിനെ ജംഗ്ഷനിൽ നിന്നും പുള്ള് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എക്സ്പാൻഷൻ ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ആണ് നടക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയോഡ് ഓപ്പറേറ്റ്സ് ഇൻ റിവേഴ്സ് ബയാസ് മോഡ്? എന്താണ്? താഴെ കുറച്ച് ഡയോഡ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏത് ഡയോഡാണ് റിവേഴ്സ് ബയാസ് മോഡിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? PN ജംഗ്ഷൻ തന്നിട്ടുണ്ട്, ഷോർട്ട് കീ തന്നിട്ടുണ്ട്, ടണൽ തന്നിട്ടുണ്ട്, സെനർ തന്നിട്ടുണ്ട്. ഏതാണ്? സെന ഡയോഡാണ് റിവേഴ്സ് ബയാസ് മോഡിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ? നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. സെന ഡയോഡ്സ് ആർ ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് ഇൻ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അടുത്തത് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിക്കേ, വിച്ച് ലൈറ്റ് സോഴ്സ് ഈസ് യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ഹൈ ഡേറ്റ റേറ്റ് ആപ്ലിക്കേഷൻസ് ഇൻ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ? എന്താണ്? ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഡയോഡ് ഏതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലേസർ ഡയോഡാണ് കേട്ടോ. നോക്കിക്കേ, ലേസർ ഡയോഡ്സ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ലേസർ ഡയോഡ്സ് ആണ്. അതുപോലെ ഹൈ ഡേറ്റ റേറ്റ് ഫൈബർ ലിങ്ക്സ് അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ലേസർ ഡയോഡാണ്. അതിൻ്റെ റിസീവർ അല്ലെങ്കിൽ എന്താണ് ഡിറ്റക്ടറായിട്ട് ഇരിക്കുന്നത് പിൻ ഫോട്ടോ ഡയോഡ്സ് ആണ്. അതായത് ഈ പിൻ എന്ന് പറഞ്ഞാൽ P ഫോർ പോസിറ്റീവ് ലെയർ, I ഫോർ ഇൻട്രിൻസിക് ലെയർ ആൻഡ് N ഫോർ നെഗറ്റീവ് ലെയർ ആണ് കേട്ടോ. അപ്പോൾ ഈ പിൻ ഫോട്ടോ ഡയോഡ്സ് ആണ് അവിടുത്തെ ഡിറ്റക്റ്റേഴ്സ് ആയിട്ട് വെച്ചേക്കുന്നത്. ലേസർ ഡയോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നോക്കിക്കേ, ദ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഓഫ് PN ജംഗ്ഷൻ ഡാഷ്. എന്താണ്? ഡിപ്ലീഷൻ ലെയറിൻ്റെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, എന്താണ്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പല പല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് സെയിം കാര്യം തന്നെ ചോദിക്കുന്നുണ്ട്. നോക്കിക്കേ, കുറേ കണ്ടീഷൻസ് താഴെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ കൂടുന്നതെന്നുള്ള ഒരു
ഇതാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, എപ്പോഴാണ് കൂടുന്നത്? ഈസ് ഇൻക്രീസ്ഡ് വെൻ റിവേഴ്സ് ബയാസ്ഡ് അല്ലേ. റിവേഴ്സ് ബയാസിലായിരിക്കുമ്പോഴാണ് ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടുന്നത്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. റിവേഴ്സ് ബയാസ് ഇൻക്രീസസ് ഡിപ്ലീഷൻ വിഡ്ത്ത്. ഹെവി ഡോപ്പിംഗ് ആക്ച്വലി റെഡ്യൂസസ് ഡിപ്ലീഷൻ വിഡ്ത്ത് ഫോർ സെയിം ബയാസ്. എന്താണ്? റിവേഴ്സ് ബയാസിലായിരിക്കുമ്പോഴാണ് ഡിപ്ലീഷൻ വിഡ്ത്ത് കൂടുന്നത്. അതുപോലെ ഹെവി ഡോപ്പിംഗ് കാരണം എന്താ സംഭവിക്കുന്നത്? അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഹെവി ഡോപ്പിംഗ് ആക്ച്വലി റെഡ്യൂസസ് ഡിപ്ലീഷൻ വിഡ്ത്ത്. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയ്ക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ഹെവി ഡോപ്പിംഗ് ചെയ്യുന്നത്. അതായത് ഹെവി ആയിട്ടുള്ള ഡോപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഹെവി ഡോപ്പിംഗ് എന്താണ്? ഡിപ്ലീഷൻ വിഡ്ത്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ റിവേഴ്സ് ബയാസിങ് കൂട്ടുന്നു. അടുത്ത ചോദ്യം. സെനർ ഡയോഡ് ഈസ് യൂസ്ഡ് ഫോർ റെഗുലേറ്റിംഗ് സപ്ലൈ വോൾട്ടേജസ് സോ ദാറ്റ് ദേ ആർ കോൺസ്റ്റൻറ്റ്. ഫോർ ദിസ് സെനർ ഡയോഡ് ഷുഡ് ബി ഡാഷ്. എന്താണ്? സെനർ ഡയോഡ് നമ്മൾ എന്താണ് വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സെനർ ഡയോഡ് ഏത് ബയാസിങ്ങിലായിരിക്കണം എന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ്? സെനർ ഡയോഡ് എപ്പോഴും റിവേഴ്സ് ബയാസ്ഡ് ആണ്, എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. സെനർ ഡയോഡ്സ് ആർ കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയാസ് ടു ഓപ്പറേറ്റ് ഇൻ ദ ബ്രേക്ക് ഡൗൺ റീജിയൻ ആൻഡ് മെയിൻറ്റെയിൻ എ ഫിക്സഡ് വോൾട്ടേജ്. എന്താണ്? റിവേഴ്സ് ബയാസിങ്ങിൽ ആണ് നമ്മുടെ സെനർ ഡയോഡ് കണക്ട് ചെയ്യേണ്ടത്. എന്തിനാണ്? ഒരു ഫിക്സഡ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇൻ ദ ഫോളോയിങ് സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് വിച്ച് ഈസ് ഫോംഡ് ബൈ മെറ്റൽ ആൻഡ് സെമി കണ്ടക്ടർ. നോക്കിക്കേ, ഒരു മെറ്റലും സെമി കണ്ടക്ടറും ചേർത്തുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് ഏതാണെന്നാണ് ചോദ്യം. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലാത്ത ഒരു ക്വസ്റ്റ്യനും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഏതാണ്? ഷോർട്ട് കീ ഡയോഡാണ്. ഷോർട്ട് കീ ഡയോഡാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നോക്കിക്കേ, ഷോർട്ട് കീ ഡയോഡ് എന്ന് പറയുന്നത് മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനാണ്. വരാക്ടർ എന്ന് പറയുന്നത് എന്താണ്? PN ആണ് വിത്ത് വേരിയബിൾ കപ്പാസിറ്റൻസ്. ടണൽ ഡയോഡ് എന്ന് പറഞ്ഞത് ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള PN ആണ്. അതുപോലെ സെനർ എന്ന് പറയുന്നത് എന്താണ്? PN തന്നെയാണ്, പക്ഷേ റിവേഴ്സ് ബയാസ്ഡിലാണ്. എല്ലാം ഒന്ന് ഷോർട്ടായിട്ട് ആ എക്സ്പ്ലനേഷനിൽ തന്നിട്ടുള്ളതാണ്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സെനർ ഡയോഡ് ഈസ് എ ഡാഷ് ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് ആൻഡ് കണക്റ്റഡ് ഇൻ ഡാഷ് ബയാസ് ഇൻ ദ സർക്യൂട്ട്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. നോക്കിക്കേ, സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. അതുപോലെ അത് റിവേഴ്സ് ബയാസ്ഡ് ആണ് അല്ലേ. അപ്പോൾ ഹെവിലി ആൻഡ് റിവേഴ്സ് ആണ് ആൻസറായിട്ട് വരുന്നത്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. സെനർ ഡയോഡ് ആർ ഹെവിലി ഡോപ്ഡ് ടു എനബിൾ ബ്രേക്ക് ഡൗൺ അറ്റ് ഷാർപ്പ് well-defined reverse voltage. They are used reverse biased. ഓർത്ത് വെച്ചേക്കണേ. സെനർ ഡയോഡൊക്കെ റിപ്പീറ്റഡ് ആണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്യും അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ഡിപ്ലീഷൻ റീജിയൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം. എ സെനർ ഡയോഡ് ഓഫ് പവർ റേറ്റിംഗ്സ് 1.6 watt ഈസ് യൂസ്ഡ് ആസ് എ റെഗുലേറ്റർ. ഇഫ് സെനർ വോൾട്ടേജ് ഈസ് 8 volt, മാക്സിമം സേഫ് കറണ്ട് ഈസ് ഡാഷ്. എന്താണ്? ഇവിടെ മാക്സിമം കറണ്ടാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം സേഫ് കറണ്ട്. മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ബൈ വോൾട്ടേജ് ആണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, 1.6 watt ഡിവൈഡഡ് ബൈ 8 volt. അപ്പോൾ എത്ര ഉത്തരം കിട്ടുന്നത്? 0.2 ampere ആണ് ആൻസറായിട്ട് കിട്ടുക. അടുത്ത ചോദ്യം. വിച്ച് ഡിവൈസ് എമിറ്റ്സ് ലൈറ്റ് വെൻ ഫോർവേഡ് ബയാസ്ഡ്. അതായത് ഫോർവേഡ് ബയാസിലായിരിക്കുമ്പോൾ ഏത് ഡിവൈസാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എന്താണ്? ചിന്തിക്കേണ്ടതൊന്നും കാര്യമില്ല, നമുക്കറിയാം LED ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ഫോർവേഡ് ബയാസിലായിരിക്കുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് അല്ലേ. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. LED എമിറ്റ്സ് ഫോട്ടോൺസ് അണ്ടർ ഫോർവേഡ് ബയാസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രോലുമിനിസെൻസ്. എന്താണ്? ഫോർവേഡ് ബയാസിലായിരിക്കുമ്പോൾ LED ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നു. അതേ സ്ഥാനത്ത് ഫോട്ടോ ഡയോഡ്, അത് വേറൊരാളാണ്. ഫോട്ടോ ഡയോഡ്സ് എന്താ ചെയ്യുന്നത്? ജനറേറ്റ്സ് കറണ്ട് ഓൺ ഇല്ലൂമിനേഷൻ. ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ അത് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെന്താണ്? ഫോട്ടോ ഡയോഡ്സ് എപ്പോഴും റിവേഴ്സ് ബയാസ്ഡ് ആണ്, LED ഫോർവേഡ് ബയാസ്ഡും. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ദ കറണ്ട് ഇൻ PN ജംഗ്ഷൻ അണ്ടർ റിവേഴ്സ് ബയാസ് ഈസ് മെയിൻലി ഡ്യൂ ടു ഡാഷ്. എന്താണ്? റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കുമ്പോൾ ഉള്ള കറണ്ട് എന്ത് കാരണമാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദ്യം. റിവേഴ്സ് ബയാസിലായിരിക്കുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന ആ കറണ്ട്, ആ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് എന്ത് കാരണമാണ്? മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് ഉണ്ടാകുന്നത്. നോക്കിക്കേ, റിവേഴ്സ് കറണ്ട് ഈസ് ലാർജ്ലി ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ് ഡ്രിഫ്റ്റിംഗ് അക്രോസ് ദ ജംഗ്ഷൻ.
അടുത്ത ചോദ്യം, വിച്ച് ഡയോഡ് ഈസ് ഡിസൈൻ ഫോർ ഫാസ്റ്റ് സ്വിച്ചിങ് ആൻഡ് ഹാസ് എ ലോ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്? എന്താണ്, ഏത് ഡയോഡാണ് ഫാസ്റ്റ് സ്വിച്ചിങ്ങിനും അതുപോലെ ഏറ്റവും കുറവ് ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ള ഡയോഡ്? അതായത് എന്താണ്, ചെറിയൊരു വോൾട്ടേജ് മതി അതിന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഡയോഡാണ് ഷോർട്ട് കീ ഡയോഡ് എന്ന് പറയുന്നത് അല്ലേ. ഷോർട്ട് കീ ഡയോഡ്സ് ഹാവ് ലോ ഫോർവേഡ് ഡ്രോപ്പ്, ദാറ്റ് ഈസ് 0.2 to 0.3 വോൾട്ട് മതി അതിന് എന്ത് ചെയ്യാൻ, ആ ഒരു വോൾട്ടേജിൽ അത് ഓവർകം ചെയ്ത് എന്താണ് കറണ്ട് കണ്ടക്ട് ചെയ്യും. ആൻഡ് വെരി ഫാസ്റ്റ് സ്വിച്ചിങ് ഡ്യൂ ടു മെജോറിറ്റി കാരിയർ കണ്ടക്ഷൻ. അതുപോലെ വെരി ഫാസ്റ്റ് സ്വിച്ചിങ്ങും ആണ് ഷോർട്ട് കീ ഡയോഡിനുള്ളത്. അടുത്ത ചോദ്യം, ദ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ ഓഫ് പി എൻ ജംഗ്ഷൻ റെഡ്യൂസസ് വിത്ത് ഡാഷ്? എന്താണ്, ഒരു പി എൻ ജംഗ്ഷൻ്റെ ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുന്ന സന്ദർഭമാണ് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് എത്രത്തോളം PSC റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ. പക്ഷേ ഓപ്ഷൻസ് ഒക്കെ വ്യത്യാസമാണ് ഓരോ ക്വസ്റ്റ്യൻ്റെ. നോക്കിക്കേ, ഇവിടെ ഡോപ്പിങ്ങിൻ്റെ കാര്യമാണ് കൂടുതലും തന്നിരിക്കുന്നത്. ലൈറ്റ് ഡോപ്പിംഗ്, ഹെവി ഡോപ്പിംഗ്, ഇൻക്രീസിങ് റിവേഴ്സ് ബയാസ്, ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഹെവി ഡോപ്പിംഗ് ആണ്. റെഡ്യൂസസ് ആണ് ചോദിച്ചേക്കുന്നത്. വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുന്ന സന്ദർഭം ഹെവി ഡോപ്പിങ്ങിലാണ്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, ഹയർ ഡോപ്പിംഗ് ലെവൽ ഇൻക്രീസസ് ചാർജ് ഡെൻസിറ്റി ആൻഡ് റെഡ്യൂസ് ഡിപ്ലീഷൻ വിഡ്ത്ത് ഫോർ സെയിം ബയാസ്. റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും വിഡ്ത്ത്. അതുപോലെ ഹൈ ഡോപ്പിംഗ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും വിഡ്ത്ത്. അടുത്ത ചോദ്യം നോക്കിക്കേ, കപ്പാസിറ്റൻസ് ഓഫ് എ വരാക്ടർ ദാറ്റ് ഈസ് വോൾട്ടേജ് വേരിയബിൾ കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്? എന്താണ്, ഒരു വരാക്ടർ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസ് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. നോക്കിക്കേ, ടെമ്പറേച്ചർ ഓൺലി, അപ്ലൈഡ് റിവേഴ്സ് വോൾട്ടേജ് അക്രോസ് പി എൻ ജംഗ്ഷൻ, ഫോർവേഡ് കറണ്ട് ത്രൂ ഡയോഡ്, ഇല്ലുമിനേഷൻ. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? അപ്ലൈഡ് റിവേഴ്സ് വോൾട്ടേജ് അക്രോസ് പി എൻ ജംഗ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ് വരാക്ടർ ഡയോഡെന്ന് നമുക്കറിയാം. എന്താണ്, വേരിയബിൾ കപ്പാസിറ്റൻസിനുള്ള സന്ദർഭങ്ങളിൽ ട്യൂണിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ വരാക്ടർ എന്ന് പറയുന്നത്. വരാക്ടേഴ്സ് ജംഗ്ഷൻ കപ്പാസിറ്റൻസ് വേരീസ് വിത്ത് റിവേഴ്സ് ബയാസ് ബിക്കോസ് depletion width changes with voltage used in tunable circuits. അടുത്ത ചോദ്യം നോക്കിക്കേ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ പി എൻ ജംഗ്ഷൻ ഡയോഡ് അണ്ടർ ഫോർവേഡ് ബയാസ്? ഒരു ഫോർവേഡ് ബയാസിലിരിക്കുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡിന് കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദ്യം. ഡിപ്ലീഷൻ വിത്ത് ഇൻക്രീസസ് ആൻഡ് കറണ്ട് ഡിക്രീസസ്. തെറ്റാണല്ലേ. എന്താണ്, ഫോർവേഡ് ബയാസിൽ ഡിപ്ലീഷൻ വിത്ത് കൂടുകയാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ അത് തെറ്റുത്തരം. ഇനി അടുത്തത് നോക്കിക്കേ, ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസസ് ആൻഡ് കറണ്ട് ഇൻക്രീസസ്. എന്താണ്, ഫോർവേഡ് ബയാസിൽ ബാരിയർ പൊട്ടൻഷ്യൽ കൂടുകയാണോ ചെയ്യുന്നത്? അതും തെറ്റാണല്ലേ. അപ്പോൾ അടുത്തത് നോക്കിക്കേ, ഡിപ്ലീഷൻ വിത്ത് ഡിക്രീസസ് ആൻഡ് കറണ്ട് ഇൻക്രീസസ്. എന്താണ്, ഡിപ്ലീഷൻ വിത്ത് കുറയും, കറണ്ട് കൂടും. അത് ശരിയാണല്ലേ. ഡിപ്ലീഷൻ വിത്ത് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ ഫോർവേഡ് ബയാസിങ്ങിൽ. റിവേഴ്സ് ബയാസിങ്ങിലാണ് ഡിപ്ലീഷൻ വിത്ത് കൂടുന്നത്. ഫോർവേഡ് ബയാസിൽ ഡിപ്ലീഷൻ വിത്ത് കുറയുക തന്നെയാണ് ചെയ്യുന്നത്. അത് കാരണം കറണ്ട് കൂടും അല്ലേ. കറണ്ട് ഇൻക്രീസസ് എക്സ്പൊണൻഷ്യലി ആഫ്റ്റർ ത്രെഷോൾഡ്. അപ്പം ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഫോർവേഡ് ബയാസ് ലോവേഴ്സ് ബാരിയർ, നാരോസ് ഡിപ്ലീഷൻ റീജിയൻ ആൻഡ് അലോസ് എക്സ്പൊണൻഷ്യൽ കറണ്ട് ഫ്ലോ ബിയോണ്ട് കട്ട് ഇൻ വോൾട്ടേജ് അല്ലേ. കട്ട് ഇൻ വോൾട്ടേജ് ഓവർകം ചെയ്യുമ്പോൾ എന്താണ്, എക്സ്പൊണൻഷ്യലായിട്ട് കറണ്ട് റൈസ് ചെയ്യുന്നു. അടുത്ത ചോദ്യം, എ ഫോട്ടോ ഡയോഡ് ഈസ് യൂഷ്വലി ഓപ്പറേറ്റഡ് ഇൻ വിച്ച് ബയാസ് ടു ഇംപ്രൂവ് റെസ്പോൺസ്? എന്താണ്, സിമ്പിളായിട്ട് എന്താണ്, ഫോട്ടോ ഡയോഡ് ഏത് ബയാസിങ്ങിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിലാണ് റിവേഴ്സ് ബയാസിങ്ങിലാണ് അല്ലേ. നമ്മൾ 100 തവണ പറഞ്ഞതാണ്. LED ഫോർവേഡ് ബയാസിങ്ങിലും ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയാസിങ്ങിലും ആണ്. നോക്കിക്കേ, ഫോട്ടോ ഡയോഡ്സ് ആർ കോമൺലി റിവേഴ്സ് ബയാസ്ഡ് ടു വൈഡൻ ഡിപ്ലീഷൻ റീജിയൻ ആൻഡ് റെഡ്യൂസ് കാരിയർ ട്രാൻസ്മിറ്റ് ടൈം ഫോർ ഫാസ്റ്റർ റെസ്പോൺസ് ആൻഡ് ലീനിയാരിറ്റി. ഫോട്ടോ ഡയോഡ്സ് എപ്പോഴും റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിപ്ലീഷൻ റീജിയൻ വൈഡൻ ചെയ്യാനും അതുപോലെ കാരിയർ ട്രാൻസിറ്റ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോട്ടോ ഡയോഡ്സ് റിവേഴ്സ് ബയാസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്.
അടുത്ത ചോദ്യം, വിച്ച് കമ്പോണൻറ്റ് ഈസ് റിക്വയർഡ് ടു പ്രൊട്ടക്റ്റ് എ സെനർ ഡയോഡ് ഫ്രം എക്സസ് കറണ്ട് വെൻ യൂസ്ഡ് ആസ് എ റെഗുലേറ്റർ? നമുക്കറിയാം എന്താണ് സെനർ ഡയോഡ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സെനർ ഡയോഡിനെ എക്സസ് കറണ്ടിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണെന്നാണ് ചോദ്യം. ആരെയാണ്? സീരീസ് റെസിസ്റ്റർ ആണ് കേട്ടോ. റെസിസ്റ്റർ ഇൻ സീരീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, എ സീരീസ് റെസിസ്റ്റർ ലിമിറ്റ്സ് കറണ്ട് ഇൻ ടു സെനർ ഡ്യൂറിങ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സോ ഡയോഡ് പവർ റേറ്റിംഗ് ഈസ് നോട്ട് എക്സീഡഡ്. അതായത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ ടൈമിൽ നമ്മുടെ സെനർ ഡയോഡിൽ എക്സസ് ആയിട്ടുള്ള കറണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്നത് സീരീസ് റെസിസ്റ്റർ ആണ്. ഇത് ഓർത്ത് വച്ചേക്കണേ. അടുത്ത ചോദ്യം, ഇൻ എ വോൾട്ടേജ് റെഗുലേറ്റർ യൂസിങ് സെനർ ഡയോഡ് ദ സെനർ ഈസ് കണക്റ്റഡ് ആസ് ഡാഷ്. എന്താണ്? ഒരു സെനർ ഡയോഡ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ടൈമിൽ സെനർ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ്? റിവേഴ്സ് ബയാസ്ഡ് ആണെന്ന് അറിയാം അല്ലേ. സെനർ എപ്പോഴും റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും, അത് ഓർത്ത് വെച്ചേക്കണം. ഇനി പാരലാണോ സീരീസ് ആണോ എന്നും കൂടെ അറിഞ്ഞിരിക്കണം. വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ടൈമിൽ സെനർ നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. പാരലൽ വിത്ത് ലോഡ് ആൻഡ് റിവേഴ്സ് ബയാസ്. നോക്കിക്കേ എക്സ്പ്ലനേഷൻ. സ്റ്റാൻഡേർഡ് സെനർ ഷണ്ട് റെഗുലേറ്റർ ഡയോഡ് അക്രോസ് ലോഡ് റിവേഴ്സ് ബയാസ് ടു ക്ലാമ്പ് വോൾട്ടേജ്. അടുത്ത ചോദ്യം, വെൻ എ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആർ ജോയിൻ ടുഗെദർ ദ റീജിയൻ നിയർ ദ ജംഗ്ഷൻ ബിക്കംസ് ഡാഷ്. എന്താണ്? ഒരു പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ജംഗ്ഷൻ അടുത്തുള്ള റീജിയൻ എന്തായിട്ടാണ് മാറുന്നതെന്നാണ് ചോദ്യം. എന്തായിട്ടാണ് മാറുന്നത്? ഡിപ്ലീഷൻ റീജിയൻ വിത്ത് ഇമ്മൊബൈൽ അയോൺസ്. അതായത് അവിടെ എന്തുണ്ടാകുന്നു? ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നു വിത്ത് ഇമ്മൊബൈൽ അയോൺസ്. എന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ പറ്റാത്ത അയോൺസ്, ഫിക്സഡ് ആയിട്ടുള്ള അയോൺസ് അവിടെ ഉണ്ടാവുന്നു. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ആഫ്റ്റർ ഡിഫ്യൂഷൻ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് റീകമ്പൈൻ നിയർ ദ ജംഗ്ഷൻ ലീവിംഗ് ബിഹൈൻഡ് ഇമ്മൊബൈൽ ചാർജ്ഡ് അയോൺസ് ഫോമിംഗ് ദ ഡിപ്ലീഷൻ റീജിയൻ വിച്ച് ആക്ട്സ് ആസ് ആൻ ഇൻസുലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിപ്ലീഷൻ ലെയർ ഇൻ എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആക്ട് ആസ് ഡാഷ്. എന്താണ്? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സൂപ്പർ കണ്ടക്ടർ, റെസിസ്റ്റർ. എന്താണ്? ഡിപ്ലീഷൻ റീജിയൻ എപ്പോഴും എന്താണ്? ഇൻസുലേറ്റർ ബാരിയർ ആണ് അല്ലെ, ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നോക്കിക്കേ എക്സ്പ്ലനേഷൻ. ദ ഡിപ്ലീഷൻ റീജിയൻ കണ്ടൈൻസ് നോ ഫ്രീ ചാർജ് കാരിയേഴ്സ് ആൻഡ് ഹെൻസ് ഓഫേഴ്സ് ഹൈ റെസിസ്റ്റൻസ് ബിഹേവ്സ് ലൈക്ക് ആൻ ഇൻസുലേറ്റർ. എന്താണ്? ഡിപ്ലീഷൻ റീജിയനകത്ത് എന്താണ്? ഒരു ഫ്രീ ചാർജ് കാരിയേഴ്സ് പോലും ഇല്ല. അവിടെ എന്താണ്? ഹൈ റെസിസ്റ്റൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരു ഇൻസുലേറ്റർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് എ സിലിക്കൺ ഡയോഡ് അറ്റ് റൂം ടെമ്പറേച്ചർ? അതായത് ഒരു സിലിക്കൺ ഡയോഡിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എത്രയെന്നാണ് ചോദ്യം. 0.7 വോൾട്ട് ആണ് അല്ലേ. എന്താണ്? ഫോർ സിലിക്കൺ ദ ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് 0.7 വോൾട്ട് ആൻഡ് ഫോർ ജെർമേനിയം ഇറ്റ് ഈസ് 0.3 വോൾട്ട്. ഇത് ചോദിച്ചിട്ടുണ്ടേ. അടുത്ത ചോദ്യം, ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡിപ്ലീഷൻ ലെയർ ഈസ് ഡാഷ്. എന്താണ്? ഡിപ്ലീഷൻ ലെയറിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം എൻ ടു പി ആണ് അല്ലേ, എന്നിൽ നിന്നും പിയിലോട്ട്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ദ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഈസ് ഫ്രം പോസിറ്റീവ് ഡോണർ അയോൺസ് ടു ദ ഓൺ ദ എൻ സൈഡ് ടു ദ നെഗറ്റീവ് അക്സെപ്റ്റർ അയോൺസ് ഓൺ ദ പി സൈഡ്. എന്താണ്? എന്നിൽ നിന്നും പിയിലോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡയോഡ്സ് എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള PYQs ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അതുപോലെ കുറേ പേര് കെമിസ്ട്രി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കെമിസ്ട്രി ആണോ വേണ്ടത്, അതോ ഫിസിക്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് ആ ഓർഡറിന് അങ്ങ് പോവുകയാണോ വേണ്ടത്, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മെജോറിറ്റി അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.